എടാ സ്ഥാനാർത്ഥിയല്ലേ, MLA ഒന്നും ആയിട്ടില്ലല്ലോ, വോട്ട് വയ്ക്കാൻ തെണ്ടുന്നല്ലേ, അവിടെ നിക്ക്. ഒരു മിനിറ്റ്. അപ്പൊ എന്നെ പറയുന്ന കേട്ടാ SFI യൂണിയൻ പരിപാടി നടത്തുന്നതാണ്, അതിന് നിങ്ങൾ ആവശ്യമില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇവര് കയറി ചെന്നത് ഒരു അടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞല്ലേ. എടാ എല്ലായിടത്തും കയറിച്ചല്ല, വോട്ട് ചോദിച്ചോ, നിങ്ങൾ എല്ലായിടത്തും പോയി ചോദിച്ചോ. അപ്പൊ ഇത് ഇവര് പരിപാടി നടത്തുന്നിടത്ത്, അതായത് SFI നടത്തുന്ന പരിപാടിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം. പാടില്ല KSU പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടാവും വന്ന് കേറിക്കോ നിങ്ങള്, നമുക്കൊരു ഇതാക്കാം. അപ്പം അയാളും കയറി ചെന്നു. പിന്നെ ഈ എന്നാ പറയല്, ബാക്കി കേൾക്കാൻ പറ്റും. കേട്ടാ, ഒരാവശ്യമില്ല നിങ്ങൾ കയറി വരുന്ന യൂണിയന്റെ പരിപാടിയാണ്. അടുത്ത പെൺപിള്ളർ പറയുന്നുണ്ട് SFI യൂണിയന്റെ പരിപാടിയാണ്, നിങ്ങൾ കയറി വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കയറി വന്ന. എടാ ഒരു പബ്ലിസിറ്റി വേണമല്ലോ ഇത് ഇയാൾക്ക്. പിന്നെ ഒരു ചക്കൻ ഇങ്ങനെ പറയുന്നുണ്ട്, അകത്ത് കയറില്ലേ പ്രശ്നമാവും കാരണം പിള്ളേർക്ക് വേണ്ട പരിപാടിയാണ്. അതുമല്ല പുള്ളി നല്ലൊരു അഭിനേതാവാണ്. മലയാള സിനിമക്ക് കിട്ടാതെ പോയ ഒരാളാന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോ. കാരണം ആണെന്ന് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പേടിച്ചെന്ന് ചോദിച്ചാ കൊറേ ഇട്ടുണ്ടാ ഒരു വീഡിയോ ആയിരുന്നു, സന്ദീപ് വാര്യർ ആശ്രയിലാണ് ചെറുവത്തൂരെന്നാ പറയുന്നത്. ഞാൻ വിളിക്കുന്നത് പടന്നക്കാടുന്ന് കാഞ്ഞങ്ങാട് ആശ്രയിലേക്ക് അത്രയും, ഗവൺമെന്റ് ആശ്രയിലേക്ക് അത്രയും പോകാനല്ലോ, 2-3 കിലോമീറ്റർ. ഇത് 10-15 ചെറുവത്തൂരേക്ക് അത്രയുള്ളൂ, ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു. അവിടെ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതിന് കൊള്ളാം സന്ദീപ് വാര്യർ. ഒരു വോട്ട് മിസ്സായി പോയി. ഞാൻ അയാളെ അഭിനയത്തിന് ഒരു വോട്ട് കൊടുക്കുന്ന വെച്ചാണ്. കാരണം എൻ്റെ വോട്ട് തൃക്കേപ്പൂർ പഞ്ചായത്തിലാണ്, നമ്മുടെ പഞ്ചായത്താ. ഒരു വോട്ട് കൊടുക്കണം വെച്ചു, പക്ഷേ ഞാൻ നാട്ടിലില്ല, എന്ത് ചെയ്യാം. അതിന് കൊള്ളാം സന്ദീപ് വാര്യർ, അഭിനയം കൊള്ളാം, ഗുഡ്. ഇനിയും ഇതുപോലത്തെ നാടകീയ രംഗങ്ങൾ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് സന്ദീപ് വാര്യർ പൊളിക്കട്ടെ, അഭിനയം കലക്കും. ഓക്കെ, ബൈയിൽ എന്തേലും ഉണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ഡീറ്റെയിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ തുടർഭരണം ഉണ്ടാവും.